ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ഈദിൻ്റെയൊക്കെ വെക്കേഷൻ ഐ തിങ്ക് 3 ഡേയ്സായി. 2 ഡേയ്സ് റൂമിലല്ലായിരുന്നു, മടുപ്പടിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഔട്ട് സൈഡ് ഇറങ്ങിയാണ്. ചുമ്മാ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ ഞങ്ങൾ 3 പേരുടെ, ഞാനും കെസി ചേച്ചിയും മഹയും കൂടെ ചുമ്മാ ഔട്ട് സൈഡ് വന്നതാണ്. ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ചുമ്മാ ഇതിലേക്കൂടെ നടക്കാനായിട്ട്. ഇത് സൗദി അറേബ്യയിൽ തന്നെയുള്ള ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു സൂക്ക് പോലെയാണ്. മീൻസ് ഇവിടെ നമ്മുടെ എന്താ പറയുക, ബ്രോഡ്വേ ഒക്കെ പോലെ കാണത്തില്ലേ നമ്മുടെ കൊച്ചിയിലൊക്കെ. അതായത് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു പാർക്കൊക്കെ പോലെ, ചിൽഡ്രൻസ് പാർക്കൊക്കെ പോലെ ചുമ്മാ എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ചുമ്മാ നോക്കി. നല്ലൊരു ആംബിയൻസ് അല്ലായിരുന്നു, കാണാനൊക്കെ നല്ല രസമായിരുന്നു. സോ ചുമ്മാ ഇങ്ങനെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എല്ലാവരും എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എന്നാ പറയുക, നമുക്ക് മനസ്സിന് ഒരു സമാധാനം വരും. കാരണം ഞങ്ങൾക്ക് വെക്കേഷനായ കാരണം റൂമിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ മട്ടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് ഒന്ന്, ഇനിയിപ്പോൾ 2 ഡേയ്സും കൂടെ ഉള്ളൂ ഞങ്ങളുടെ വെക്കേഷൻ തീരാൻ വേണ്ടി. കഴിഞ്ഞ് അഗെയിൻ ബാക്ക് ടു ഡ്യൂട്ടി പോകണം. അത് കാരണം കൊണ്ട് എന്നാ പറയുക, ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വന്നാൽ. അപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരും ഇങ്ങനെ നടക്കുക, ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നേ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ 6:30 ആയി. പക്ഷേ എന്നാ പറയുക, ഇരുട്ടൊന്നും ആയിട്ടില്ല. ലൈക്ക് ഇങ്ങനെ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റി. അങ്ങനെ കുറേ നേരം ഇവരെ ഞാൻ ചുമ്മാ ഇങ്ങനെ പോസ്റ്റാക്കി സ്ലോമോ ഒക്കെ എടുക്കുകയാണ്. പക്ഷെ ഇത് അത്രയും വന്നില്ല, ശരിയായില്ല. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ടാക്സിയൊക്കെ പിടിച്ച് ഞങ്ങൾ സിനോമി മാളിൽ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടു. ഇത് കയറാൻ ആൾക്കാർ ക്യൂ ആയിരുന്നു. അത് ഞങ്ങൾ ചുമ്മാ അതിനുള്ളിൽ കയറി ജസ്റ്റ് കാണാൻ വേണ്ടി. പിന്നെ ഉള്ളിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ 3 പേരും കൂടി കയറി ഓരോരോ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ പോകണം എന്നുള്ള ഇങ്ങനെ നോക്കി. ബിക്കോസ് ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ചുമ്മാ ഇങ്ങനെ നടക്കുക. കുറേ കാണാനായിട്ടുണ്ട് ആക്ച്വലി. ഇവിടെ നല്ലൊരു എന്നാ പറയുക, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് മാളായിരുന്നു ഇത്. നല്ല രസമാണ് കാണാനായിട്ട്. കുറേ ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്, മാക്സും, സാറ, സെൻറ്റർ പോയിൻറ്റ്, അങ്ങനെ കുറേ നല്ല ബ്രാൻഡ്സ് ഉണ്ട്. ഇത് കണ്ട് ഇതിൻ്റെ നല്ല ഭംഗിയില്ലേ, ഈ ലൈറ്റിങ്സ് എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഡയറക്റ്റായിട്ട് എനിക്കറിയില്ല ക്യാമറയിൽ ഇതിൻ്റെ എത്രത്തോളം ഭംഗി കാണാൻ പറ്റുമെന്നറിയില്ല. പക്ഷേങ്കിൽ ഡയറക്റ്റായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ലൈക്ക് പിങ്ക് കളറാണ് അത് ആക്ച്വലി, ആ ലൈറ്റ് പിങ്ക് ആൻഡ് വാം ലൈറ്റായിട്ട്. സോ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നടക്കും, ഓരോന്നൊക്കെ കണ്ട്. അവിടെ ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഷോപ്പും എല്ലാം ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി മേളിലോട്ട് കയറി പോയെന്തോ അവിടെ സാറ ഉണ്ടെന്ന് തോന്നുന്നു. സാറ കാണാൻ വേണ്ടി മേളിലേക്ക് ചുമ്മാ കയറി പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമായിരുന്നു. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ വേണ്ടി നല്ല രസമാണ്. ചുമ്മാ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ. പക്ഷേ ഓക്കെ ആയിരുന്നു. കാരണം റൂമിലിരുന്ന് നമ്മൾ ബോറടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു രസമല്ലേ. ഇത് ഞങ്ങൾ മേളിൽ ചുമ്മാ കയറിയിട്ട് ആ താഴോട്ടുള്ള വ്യൂ ആണ്. ഞങ്ങളുടെ ആ ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയാണ് ലൈറ്റ് കാണാൻ വേണ്ടി. അതിൻ്റെ ആ കളർ നല്ല ഭംഗിയാണ്, പിങ്കാണ് ആക്ച്വലി. പക്ഷേ ക്യാമറയ്ക്കകത്ത് എന്നാ പറയുക, ഒരു വാം ലൈറ്റായിട്ട് കാണുക. കണ്ട പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ ഇൻട്രോ എടുക്കുക യൂട്യൂബിൽ, പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല. ജസ്റ്റ് അതാ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം എനിക്ക് അതിന് ഒരു യൂസ്ഡ് ആയിട്ടില്ല ഇതുവരെ ഇൻട്രോ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ വീഡിയോ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇവരോട് നടക്കാൻ പറഞ്ഞു. ഇത് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ചുമ്മാ നടന്നു പോകുന്ന വീഡിയോസ് എടുക്കുന്നു, പിന്നെ ഫോട്ടോസ് എടുക്കുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട് നല്ല ഭംഗിയില്ലേ. മേളിൽ നീ നോക്കുമ്പോഴത്തേക്കും വേറെ എന്തോ എന്താ പറയുക, പെന്നൊക്കെ വെച്ചേക്കുന്നുള്ളൂ തോന്നുന്നു, കളർ പെന്നൊക്കെ. പക്ഷെ അത് ബോട്ടിലാണ്. സെയിം ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഈ ബോട്ടിൽ നമ്മുടെ പേരൊക്കെ എഴുതി തരും അവർ. നല്ല ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഇത് ക്ലിയറൻസ് ഷോപ്പാണ്. അതായത് നമ്മുടെ
എല്ലാ ബ്രാൻഡ്സും ഇവിടെ കാണും. അതിൻ്റെ എന്നാ പറയുക, അതിൻ്റെ ഒരു ക്ലിയറൻസ് ആയിട്ട് അവരിവിടെ കൊണ്ട് ഇടുമെല്ലാം. അതാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ടോയ്ലറ്റിൽ പോയാണ് ഈ സിനോമി മാളിൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് കാണും, എനിക്കറിയില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ട്രോളരുത് കേട്ടോ. കാരണം ഇത് കണ്ടോ, ഇതിൻ്റെ മിററിൽ തന്നെ അവർ സോപ്പും വാട്ടറും പിന്നെന്താ പറയുക എയറെല്ലാം വെച്ചേക്കുക. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സെപ്പറേറ്റ് അല്ലേ ഈ സോപ്പ് വാട്ടർ എല്ലാം കാണുന്നത്. പക്ഷേങ്കിൽ ഇത് മിററിൽ തന്നെ അതിൻ്റെ മിററിൻ്റെ ഡൗണായിട്ട് തന്നെ എല്ലാം ഇത് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുക. അപ്പം നമ്മൾ നാട്ടിൽ കാണാത്ത കാരണം ഞാൻ ജസ്റ്റ് അതിങ്ങനെ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ എനിവേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ലൈറ്റിംഗ് ഒക്കെ എല്ലാം അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു വീഡിയോ എടുക്കും, അത് കമ്പൽസറിയാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, മിറർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, ഇത് അവിടെ തന്നെയുള്ള സിനോമി മാളിലുള്ള തന്നെ കണ്ടോ സെൻറ്റർ പോയിൻറ്റും മാക്സും. ഇത് ഓപ്പോസിറ്റാണ് കണ്ടോ. ഇനി ചുമ്മാ സെൻറ്റർ പോയിൻറ്റിലോട്ടും കയറിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ഓഫറൊന്നും ഇല്ല ഗൈസ്. ജസ്റ്റ് എന്നാ പറയുക, ഇവിടെ പെരുന്നാളാണെങ്കിലും ഒരു ഓഫറൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ചുമ്മാ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നോക്കി സന്തോഷിച്ച് പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാ പറയുക, ഇതെനിക്ക് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നല്ല ഭംഗിയാണ് ഡയറക്റ്റ് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി. ആദ്യം കുറച്ച് സൂപ്പ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഓർഡർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു തമിഴ്നാട് റെസ്റ്റോറൻ്റാണ്, ചെന്നൈ ദർബാർ എന്ന് പറയും. പിന്നെ നമ്മൾ പൊടിയിഡലിയാന്ന് തോന്നുന്നു. പിന്നെ വട, ദോശ, ഇത് പൊടി ദോശയാണ്, മസാല ദോശയല്ല, പൊടി ദോശ ഓർഡർ ചെയ്തു. പിന്നെ ഐ തിങ്ക് അഗൈൻ ബിരിയാണിയും വരും. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി ആദ്യം ചുമ്മാ സ്റ്റാർട്ടർ പോലെ ജ്യൂസ് കുടിച്ചു. പക്ഷേ ജ്യൂസല്ലല്ലോ, സൂപ്പ് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ആക്കുന്ന ഈ പൊടിയിഡലിയൊക്കെ. അപ്പോൾ സൂപ്പ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട്. കാരണം നന്നായിട്ട് വിശന്നിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നടന്ന കാരണം ഇന്ന് കുറേ നടന്ന് ഞങ്ങളുടെ കലോറിയൊക്കെ നന്നായിട്ട് ബേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ അവർ ഓരോരോ സാധനം കണ്ടു. ഈ ബിരിയാണി നല്ലതാണ്, ഇതൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യുക. ചെന്നൈ ദർബാറിന് മാത്രം സ്പെഷ്യൽ സാധനങ്ങളാണ്, നല്ല അടിപൊളി സാധനമാണ്. എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞങ്ങളൊന്നും വേസ്റ്റ് ആക്കിയില്ല. എല്ലാം ഞങ്ങൾ എന്താ പറയുക സിംഗിൾ പീസ് ഓർഡർ ചെയ്ത കാരണം ഇങ്ങനെ കഴിച്ചു. ബിഫോറൊക്കെ ഞങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് ഫുഡ് ഫുള്ള് വേസ്റ്റ് ആക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക കുറച്ചുകൂടെ മെച്യൂരിറ്റി അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ വന്നു. ബൈ ഗായ്സ്.